Let's begin this auspicious event with the recitation of the Holy Quran, seeking Allah's blessings. I invite Nurul Ain from Skytree for the Quran recitation. Assalamu alaikum. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Amma yatasaalun anin naba'il azim allazi hum fihi mukhtalifun. Kalla saya'lamun thumma kalla saya'lamun. Alam naj'alil arda mihada wal jibala awtada wa khalaqnakum azwaja waj'alna nawmakum subata waj'alna al-layla libasa waj'alna an-nahara ma'asha وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا صدق الله العلي العظيم. Thank you. Jazakallah khair for the beautiful recitation. To officially welcome our guests and parents, I kindly invite Shamir VS, Principal, Heavens Preschool, to deliver the welcome speech. Bismillahir Rahmanir Rahim. Alhamdulillahilladhi tatimmus salihat. Allahumma salli ala Muhammadin wa ala ali Muhammad. വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹെവൻസ് പ്രീ സ്കൂൾ സലാലയുടെ 9ാമത്തെ വാർഷിക പരിപാടിയിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആർജിച്ചെടുക്കുന്ന ശൈശവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ പാഠ്യങ്ങളെ കുറച്ചുകൂടി കൃത്യമായി കൊണ്ട് സംശീകരിച്ചുകൊണ്ട് ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് നൽകുന്ന ശിക്ഷണങ്ങളാണ് ഹെവൻസ് പ്രീ സ്കൂൾ അർത്ഥമാക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന വർഷം 20 വിദ്യാർത്ഥികളാണ് ഹെവൻസിൽ നിന്ന് പഠനം പൂർത്തീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ഖത്തം പൂർത്തീകരിച്ചതോടൊപ്പം തന്നെ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും 4 തവണയും പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി സദസ്സുമായി പങ്കുവെക്കുകയാണ്. അത് സജ്ജമാക്കിയ രക്ഷിതാക്കളെയും അധ്യാപകരെയും ഏറെ സ്നേഹത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് ഈ പരിപാടിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് KMCSയുടെ ആദരണീയായ പ്രസിഡന്റ് നാസർ പെരിങ്ങുത്തൂറാണ്. അദ്ദേഹത്തെ മഹനീയമായ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു അതിഥി IMI സലാലയുടെ PTA പ്രസിഡന്റ് സിയാദ് സാഹിബിനെയും ഏറെ ആദരവോടുകൂടി ഈ സദസ്സിലേക്ക് സ്വാഗതമോതുകയാണ്. നമ്മുടെ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന മുൻ IMI പ്രസിഡന്റ് CP ഹാരിസ് സാഹിബ്, നമ്മുടെ ജനറൽ ചെയർമാൻ ഷൗക്കത്ത് അലി മാസ്റ്റർ, ജനറൽ സെക്രട്ടറി സാബുഖാൻ സാഹിബ്, അതോടൊപ്പം തന്നെ ഐഡിയൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ആദരണീയായ കൺവീനർ സാദിഖ് സാഹിബ്, സെക്രട്ടറി സമീർ KJ തുടങ്ങിയ സദസ്സിലും വേദിയിലുമുള്ള മുഴുവൻ ആളുകളെയും രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ സ്വാഗതമോദിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വ ആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
Thank you, sir. Now I request Mr. Muhammad Sadiq, convener, Ideal Education Center, to deliver the presidential address. Assalamu alaikum wa rahmatullah. Bismillahir rahmanir rahim. Alhamdulillahi wassalatu wassalamu ala rasulihil kareem wa ala alihi wa sahbihi ajma'in. ആദരണീയനായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടുകൂടി ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ആമുഖമായി കൂടുതൽ സംസാരിക്കുവാനുള്ള സമയമല്ല. 2017 മുതൽ സലാലയിലെ പ്രവാസികൾക്ക് ഖുർആനിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ പിഞ്ചുമക്കൾക്ക് ധാർമ്മികമായ ശേഷിയും ശക്തിയും നൽകിക്കൊണ്ട് നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് ഹെവൻസ് ഖുർആനിക് പ്രീ സ്കൂൾ. എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ അതിൻ്റെ വാർഷികാഘോഷവും കോൺവെക്കേഷൻ ഡേ ഒക്കെ വളരെ സമുചിതമായി ആഘോഷിച്ച് വരാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മളിവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അഗൈതവുമായ എന്തെന്നില്ലാത്ത സഹകരണമാണ് ഞങ്ങളെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി വിജയത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടി സഹായിക്കുന്നത്. തുടർന്നും അത്തരം സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും എന്നും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, sir. It is a matter of great pride to have among us Mr. Nasser Peringathu, President KMCC Salala. Mr. Nasser Peringathu needs no further introduction as he is a well-known and respected figure in Salala, dedicated to social service and community welfare. With all due respect and honor, I request Mr. Nasser Peringathu to address the gathering and inaugurate the ceremony. Sir, please. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഹെവൻസ് പ്രീ സ്കൂൾ ഐഡിയൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ നടക്കുന്ന അതിൻ്റെ ഏകദേശം 2017 തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഏകദേശം 9 വർഷമായി. 6 വർഷം കഴിഞ്ഞു. കുട്ടികൾ അത് ഖുർആൻ പഠിച്ച് പുറത്തിറങ്ങി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 6 വർഷമായി. നമുക്കറിയാം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചെറിയ കുട്ടികളുടെ, ഏറ്റവും ചെറിയ കുട്ടികളുടെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള 3 വർഷം കൊണ്ടാണ് ഖുർആൻ ഏകദേശം 3 ഘട്ടങ്ങളായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൽ അവസാനത്തെ ജുസ് കാണാതെ പഠിക്കുന്നുണ്ട്. ഇത്തരം ഒരു മതവിദ്യാഭ്യാസം, മതത്തിൻ്റെ ചിട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ പ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്ന ഓർമ്മ ഒരിക്കലും മറക്കില്ല. കാരണം അതവർക്ക് മറക്കാൻ കഴിയില്ല. ആ പ്രായത്തിൽ പഠിപ്പിക്കുന്ന അവർക്ക് കിട്ടുന്ന അറിവ്, നമുക്കറിയാം, ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞതുപോലെ ആ രീതിയിൽ അവരെ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അത് പഠിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് 6 വയസ്സ് കഴിഞ്ഞാൽ അവരെ സ്കൂളിലേക്ക് ചേർക്കും. നമ്മൾ അത് ചേർത്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടും രക്ഷിതാക്കൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയില്ല. അവർ പെട്ടെന്ന് പഠിച്ചെടുക്കും. പക്ഷേ അതുപോലെ തന്നെ അതവർ മറക്കുകയും ചെയ്യും. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതില്ലെങ്കിൽ അത് പ്രയാസമാണ്. കാരണം അവരത് അതിൻ്റെ രീതിയിൽ അവരെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതവർ മറക്കും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ രക്ഷിക്കേണ്ട രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളുടെ ഈ പ്രായത്തിൽ രക്ഷിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള തമ്മിലുള്ള സംസാരങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ നമ്മളിവിടുന്ന് കൊടുക്കുന്ന മതപരമായ വിദ്യാഭ്യാസത്തിനോടൊപ്പം അല്ലെ ഖുർആൻ പഠിക്കുന്നതിനോടൊപ്പം മറ്റുള്ള ശീലങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം നമ്മൾ വീട്ടിലുള്ള രക്ഷിതാക്കളും കൂടി അത് ശ്രദ്ധിച്ച് അവർ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും കേട്ടാണ് അവർ പഠിക്കുന്നത്. നമുക്കറിയാം, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഉള്ള രീതിയല്ല ഇപ്പോൾ. അതൊക്കെ മാറി. അന്നൊക്കെ നമ്മളെ വല്ല തെറ്റുകൾ, അന്നൊക്കെ ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അന്ന് വല്ല തെറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മളെ രക്ഷിതാക്കളെ പേടിച്ചിട്ടാണ് നമ്മളത് മാറ്റുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രക്ഷിതാക്കളെ പേടിയുന്നില്ല. ഇന്ന് നമ്മൾ ആ ഒരു മിങ്കിളിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇന്നറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ചെറിയൊരു പരിപാടി വേറെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹെവൻസ് ഇതിൻ്റെ ഈ സംഘാടകർക്കും ഇത് സംഘടിപ്പിച്ച ഇവരെല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Thank you, sir, for gracing this occasion with your words of wisdom. It's an honor to welcome Mr. Shaukat Ali, Chairman of Ideal Education Center, a dedicated academician and a passionate teacher with years of experience, to deliver the keynote address. Assalamu alaikum. Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruh. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. വേദിയിലിരിക്കുന്ന സമാദരണീയരായ KMCC പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ, PTA പ്രസിഡന്റ് മുഹമ്മദ് സിയാദ്, നമ്മുടെ മാർഗദർശി CP ഹാരിസ് സാഹിബ്, മുഹമ്മദ് സാദിഖ് സാഹിബ്, പ്രിൻസിപ്പൽ ഷമീർ സാഹിബ്, സാബു ഖാൻ സാഹിബ്, സലീം സെഡ് സാഹിബ്, മുസാബ് സാഹിബ്, സമീർ സാഹിബ്, റജീന സാഹിബ, ഇവിടെ സദസ്സിലിരിക്കുന്ന PK അബ്ദുൾ റസാഖ് സാഹിബ്, നാട്ടിൽ നിന്ന് എത്തിയ സാദിഖ് സാഹിബ്, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരു വെള്ളിയാഴ്ച, ഫെബ്രുവരി 21 സലാലയിൽ നടക്കുന്ന ഒരു കൊച്ചു പരിപാടിയിലാണ് നമ്മളുള്ളതെങ്കിലും ഇത് ഒരു മഹത്തായ പരിപാടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് ഹെവൻസിൻ്റെ 9ാം വാർഷികവും 6ാമത്തെ ഗ്രാജുവേഷൻ സെറിമണിയുമാണ്. നമ്മൾ ഒരുപാട് ഗ്രാജുവേഷൻ സെറിമണികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. പോസ്റ്റ് ഗ്രാജുവേഷനോ മെഡിസിനോ അതിനേക്കാളേറെ വലിയ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കിയ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിസ്മയവഹമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 3 വർഷമാണ് ഈ കോഴ്സിൻ്റെ കാലഘട്ടം. 3 വർഷത്തിനിടയ്ക്ക് അസാധ്യമായ അറിവുമായിട്ടാണ്, അസാധ്യമായ ശേഷിയുമായിട്ടാണ് ഹെവൻസിലെ കുട്ടികൾ പുറത്തു വരുന്നത്. ഒന്ന്, അവർ അറബി ഭാഷ പഠിക്കും. അതിൻ്റെ പിൻബലത്തിൽ വളരെ ഒഴുക്കോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 30ാമത്തെ ജുസ് മുഴുവനും മനഃപ്പാഠമാക്കും. ഇങ്ങനെ 3 വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥി വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയവരാക്കി തീർക്കുക എന്നത് ഈ കോഴ്സിൻ്റെ മാത്രം മഹത്വമാണ്. രണ്ടാമത്തെ സവിശേഷത, നിത്യജീവിതത്തിലെ ദുആ ദിക്റുകൾ ദൈനംദിന ജീവിതത്തിൽ ശീലിക്കുന്നവരാക്കി തീർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഫദ്കുറുനി അദ്കുറുക്കും, അള്ളാഹുവിനെ നിങ്ങൾ ഓർത്താൽ അള്ളാഹു നിങ്ങളെയും ഓർക്കും. മറ്റൊരിടത്ത് വല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദ, വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്വഭാവ വൈശിഷ്ട്യം അവരെപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കും. അള്ളാഹുവിനെ ഓർക്കുന്നവരാക്കി തീർക്കുക. അതുകൊണ്ട് ഹെവൻസ് ഒരു കേവല വിദ്യാഭ്യാസ സംവിധാനമല്ല, അതിലുപരി പ്രത്യേകമായ ജീവിത സംസ്കാരം വിദ്യാർത്ഥികളിൽ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഹെവൻസിൻ്റെ മാത്രം സവിശേഷതയാണ്. ഇതോടൊപ്പം ഈ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, EVS പോലെയുള്ള വിഷയങ്ങളും പഠിക്കുന്നു എന്ന് മാത്രമല്ല, മെയിൻ സ്ട്രീം വിദ്യാഭ്യാസ സംവിധാനത്തിൽ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി അതിൽ പാസ്സാവാനും അവർ ത്രാണി നേടുന്നു. അവർ അഡ്മിഷൻ ടെസ്റ്റിൽ കഴിവ് തെളിയിക്കുന്നു എന്ന് മാത്രമല്ല, ഇതര വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് തുടർ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കഴിവുള്ളവരാണ്, ശേഷിയുള്ളവരാണ്. ഈ ഹെവൻസ് വിദ്യാർത്ഥികളുടെ സാന്നിധ്യം അവരുടെ വീട്ടിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
അവരുടെ രക്ഷിതാക്കൾ എപ്പോഴും വിശുദ്ധ ഖുർആനുമായി ബന്ധമുള്ളവരായിത്തീരുന്നു. കാലത്തും വൈകുന്നേരവുമൊക്കെ അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു. ആ ഗൃഹാന്തരത്തിൽ എപ്പോഴും ദൈനംദിന ജീവിതത്തിലെ ദുആ ദിക്റുകൾ പാരായണം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു നല്ല വീട്ടിൽ നല്ല അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്ന വളരെ പ്രത്യേകമായ സംസ്കാരമാണ് ഈ ഹെവൻസ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ചില രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ടാവാറുണ്ട്. 3-ാം വയസ്സിൽ എൻ്റെ കുട്ടിയെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അവന് ശോഭിക്കാൻ സാധിക്കുമോ, പഠിക്കാൻ സാധിക്കുമോ? പക്ഷേ ഏതാനും മാസങ്ങൾക്കകം അവർ തന്നെ അതിശയിച്ച് പോവാറുണ്ട്. ഇത്രയും കഴിവ്, ഇത്രയും ശേഷി എൻ്റെ കുട്ടിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടകളുടെ സൈൻ ബോർഡ് വരെ വായിക്കാനുള്ള കഴിവ് അവർ നേടിയെടുക്കുന്നു. ഒപ്പം വിശുദ്ധ ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യുവാനുള്ള കഴിവ് അവർ നേടിയെടുക്കുന്നു. ഇത്തരം അപാര ശേഷി വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് 2 അടിസ്ഥാനങ്ങളിലാണ്. ഒന്ന്, ഹെവൻസിൻ്റെ സിലബസ്, അതിൻ്റെ കരിക്കുലം വളരെ ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയതാണ്. രണ്ടാമത്തെ പിൻഫലം ആ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപികമാരാണ്. ഏത് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത പൂർത്തീകരിച്ച അധ്യാപികമാരാണെങ്കിലും ഹെവൻസ് അധ്യാപനം ഏറ്റെടുക്കുന്നതിന് മുമ്പായി 2-3 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിശീലന പരിപാടിയിൽ അവർ പങ്കെടുക്കണം. ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ അധ്യാപികമാരും ആ പരിശീലനം സിദ്ധിച്ചവരാണ്. പരിശീലനം കൊണ്ട് മാത്രം ഒരു അധ്യാപകൻ കഴിവുള്ളവനായിത്തീരുകയില്ല, സ്വയം സമർപ്പിതനായിത്തീരണം. ഹെവൻസിലെ അധ്യാപകരെല്ലാവരും അങ്ങേയറ്റത്തെ ഇഖ്ലാസുള്ളവരും സമർപ്പണ ബോധമുള്ളവരുമാണ്. പുതിയ തലമുറയെ യഥാർത്ഥ രൂപത്തിൽ വളർത്തിയെടുക്കണം എന്ന് പ്രതിജ്ഞ എടുത്തവരാണ്. അതിൻ്റേതായ ഗുണം നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഹെവൻസ് പ്രായത്തിലുള്ള കുട്ടികളുള്ള രക്ഷിതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ള കുട്ടികളുള്ള സുഹൃത്തുക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഹെവൻസിൽ പഠിക്കുന്ന രക്ഷിതാക്കളോട് നിങ്ങളൊന്ന് സംസാരിക്കണം. അധ്യാപകരോട് സംസാരിക്കേണ്ട, മാനേജ്മെൻറ്റിനോട് സംസാരിക്കേണ്ട, ഇവിടുത്തെ രക്ഷിതാക്കളോട് നേരിട്ട് സംസാരിക്കണം. സ്ഥാപനത്തിൻ്റെ നിലവാരം ഒന്ന് പരിശോധിക്കണം, ഉറപ്പുവരുത്തണം. എന്നിട്ട് ആ രക്ഷിതാക്കൾ ഇതിൻ്റെ നിലവാരം സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എനിക്ക് അവരോട് ഒരു അപേക്ഷയുള്ളത്, ഈ ഹെവൻസ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രചരണം, അതിൻ്റെ പ്രമോഷൻ നമ്മൾ ഏറ്റെടുക്കണം. നമുക്കൊരു ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് എങ്കിൽ ഈ സ്ഥാപനത്തിൽ നമ്മൾ ചേർത്തണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് എങ്കിൽ നമ്മൾ ഈ സ്ഥാപനത്തിൽ ചേർത്തണം. നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, അവരോട് നമുക്ക് ഗുണകാംക്ഷയുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഇഹത്തിലും പരത്തിലും വിജയിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതിനുള്ള താവളം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഹെവൻസ് പ്രീ സ്കൂൾ ആണ് എന്ന് വളരെ ആത്മധൈര്യത്തോടു കൂടി എനിക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. ഞാനത് പറയാനുള്ള കാരണം 3 ആണ്. കുഞ്ഞുനാളിലെ നമ്മുടെ കുട്ടികളെ ഹെവൻസിൻ്റെ തണലിൽ നമ്മൾ ചേർത്ത് നിർത്തുന്നുവെങ്കിൽ തീർച്ചയായും അവർ വിജയികളായിത്തീരും. കാരണം 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്ന്, ഇസ്ലാമിക സമൂഹത്തിന് പുറത്ത് വലിയ ഗൂഢതന്ത്രങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമൂഹത്തിലെ, ഈ ഉമ്മത്തിലെ കുട്ടികളെ ഏറ്റവും കുഞ്ഞുനാളിൽ പിടികൂടുവാൻ, വഴിപിഴപ്പിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാഷണൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് ഈ ഹെവൻസ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രീ സ്കൂളിംഗ് ആരംഭിക്കുക എന്നതാണ്. നമ്മുടെ സലാലയിലും ആരംഭിക്കുന്നുണ്ട്. അവരതിന് ആവേശം കാണിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ബാക്കി മുഴുവൻ ചെയ്തു കഴിഞ്ഞതുകൊണ്ടല്ല. ബീഹാറിലോ UP-യിലോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാത്തവരാണ് നല്ലൊരു ശതമാനം കുട്ടികൾ. സ്കൂളിങ്ങിന് സൗകര്യമില്ലാത്ത രാജ്യമാണ്. അത്തരമൊരു രാജ്യത്തെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് പ്രീ പ്രൈമറിയൊക്കെ ശക്തിപ്പെടുത്താനാണ്. പക്ഷേ അതിനു പകരം ഇത്തരം രംഗത്ത് സർക്കാർ ആവേശം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കാണിച്ചാൽ ആ പാഠപുസ്തകങ്ങളിലും സിലബസിലുമൊക്കെ തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ കുത്തിത്തിരുകാൻ വേണ്ടിയിട്ടാണ്. രാജ്യം ഭരിക്കുന്നവർക്ക് അവരുടേതായ ആശയമുണ്ട്. ആ ആശയതലങ്ങൾ 3 വയസ്സുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് കൂടെ സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കുവാൻ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. രണ്ടാമത്തെ കാരണം, നമ്മുടെ കുട്ടികൾ 6 വയസ്സ് ആകുന്നത് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ അവരുടെ ജീവിതം ഓൺലൈനിലാണ്. എല്ലാ സൗകര്യവും അവർക്കുണ്ട്. നമുക്ക് നിയന്ത്രിക്കുക സാധ്യമല്ല.
ഓൺലൈനിൽ ധാരാളമായി സമയം ചെലവഴിക്കുന്ന കുട്ടികൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ മനസ്സിലാക്കുന്നു, നമുക്ക് ചിന്തിക്കുക പോലും സാധ്യമല്ല. അവർ കാണുന്നതിൽ പലതും അവരുടെ വിശ്വാസത്തെ തകർക്കുന്നതാണ്. അവർ മനസ്സിലാക്കുന്ന പലതും ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത നശിപ്പിക്കുന്നതാണ്. അവർ കാണുന്ന പലതും അവരെ നിരീശ്വരത്വത്തിലേക്ക്, അതുപോലെ തന്നെ വഴിപിഴച്ച ചിന്തയിലേക്ക് തള്ളിവിടുന്നതാണ്. അത്തരം സാഹചര്യങ്ങളെ പ്രതിരോധിക്കുവാൻ കുഞ്ഞുനാളിലെ അവരുടെ മനസ്സിൽ ഖുർആനിൻ്റെ വെളിച്ചമുണ്ടാവണം. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കുവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനവുമായി അവർക്ക് ബന്ധമുണ്ടാവണം. ആ ബന്ധമുണ്ടാക്കുവാനുള്ള സംവിധാനമായിട്ട് ഹെവൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഇച്ചിരി മുതിർന്നു കഴിഞ്ഞാൽ അവർ തെരുവിലിറങ്ങും. അവർക്ക് ക്യാമ്പസിലെത്തണം, കോളേജ് പഠനത്തിനെത്തണം. ഇങ്ങനെ ഡിഗ്രി തലത്തിലോ അതിൻ്റെ മുമ്പോ ഒക്കെ കുട്ടികൾ റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ തെരുവോരങ്ങളിൽ മയക്കുമരുന്നും മദ്യവും അതുപോലെ എല്ലാ ദുഷിപ്പും അവരെ കാത്തിരിപ്പിക്കുന്നത്. അത്തരം അപകടങ്ങളിൽ അവരെ അകപ്പെടുത്തുവാനായി കുതന്ത്രശാലികളായ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ കണ്ണും നട്ടിരിപ്പുണ്ട്. എന്ന് മാത്രമല്ല, ക്യാമ്പസിൽ കയറുന്നതോട് കൂടിയിട്ട് വിദ്യാർത്ഥികളിൽ നേരത്തെ പറഞ്ഞതുപോലെ മതനിഷേധവും അധാർമികതയും അശ്ലീലതയും ഒക്കെ കുത്തിവെക്കുവാൻ ധാരാളം ആളുകൾ കാത്തിരിപ്പുണ്ട്. ആ പ്രായത്തിൽ എത്തുന്ന കുട്ടികളെയൊക്കെ അതിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം കുഞ്ഞുനാളിലെ അവരുടെ മനസ്സിൽ ഖുർആനിൻ്റെ വെളിച്ചം നിറക്കുക എന്നതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം, ദീനിൻ്റെ അടിത്തറ ആ മനസ്സിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾ കൈയിട്ടു പോവുകയില്ല. അതുകൊണ്ട് ഈ ഹെവൻസ് കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല, മുസ്ലിം ഉമ്മയുടെ ഭാവി നിർബന്ധമായും സംരക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നാളെ പിറ്റേന്ന് പള്ളിയിൽ നമസ്കരിക്കാൻ ആൾ വേണോ? നാളെ പിറ്റേന്ന് മദ്രസയിൽ പഠിക്കാൻ കുട്ടികൾ വേണോ? ഈ ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരു പുതിയ തലമുറ വേണോ? അതൊക്കെ ഉറപ്പുവരുത്തുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമായി ഇതിനെ മനസ്സിലാക്കുവാനും അതിനെ പ്രൊമോട്ട് ചെയ്യുവാനും ഇവിടെ കൂടിയവർക്ക് സാധ്യമാവണം. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഹെവൻസ് അധ്യാപനം അവരുടെ തുടർ പഠനത്തിന് ഒരിക്കലും തടസ്സമാകുന്നില്ല. ഇന്ന് മെയിൻ സ്ട്രീം അധ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് വന്ന ഒരു സർക്കുലർ നമുക്കറിയാം. 1-ാം ക്ലാസ്സിൽ ചേർക്കുവാൻ വേണ്ടി TC ആവശ്യമില്ല, ഭാവിയിലും ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് ഹെവൻസിൽ പഠിച്ചു കയറുന്ന മിടുക്കന്മാർക്ക് അഡ്മിഷൻ ടെസ്റ്റ് എഴുതി 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടുവാൻ കഴിയും. രക്ഷിതാക്കളെക്കുറിച്ച് ഒരു കാരണവശാലും അതിൽ സംശയം പുലർത്തേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നത്, ഈ സ്ഥാപനത്തെ വളർത്തുവാനും പ്രചരിപ്പിക്കുവാനും നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. അത് നമ്മുടെ ഉമ്മത്തിൻ്റെ ഭദ്രതയ്ക്ക് വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് അത് ഭംഗിയായി അവതരിപ്പിക്കുവാനുള്ള കഴിവും ശേഷിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കലാകാരന്മാർക്കും എല്ലാ ആശംസകളും നേരുന്നു. വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Thank you, sir. I humbly request everyone to maintain silence and the decorum as we continue with our program. I now call upon Mr. Muhammad Ziyad, Honorable PTA President, Al-Madrasatul Islamiyah, to deliver the felicitation address. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ഷമീർ സാഹിബ്, നമ്മുടെ മുഖ്യാതിഥി നാസർ പെരിങ്ങത്തൂർ, മറ്റു സഹപ്രവർത്തകരെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, എൻ്റെ കടമ ആശംസിക്കുക എന്ന് മാത്രമാണ്. ഈ ഹെവൻസ് 3 വർഷം നടത്തുന്ന പ്രീ സ്കൂൾ വിജയകരമായി പൂർത്തീകരിച്ച കുഞ്ഞുങ്ങളെ അനുമോദിക്കുക എന്ന ചടങ്ങാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾ ഇനിയും വലിയ വലിയ വിജയങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, രക്ഷകർത്താക്കൾ, അവർ നല്ല പരിശീലനം അവർക്ക് കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ, ഈ ചടങ്ങ് നടത്താൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും
ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir, for your esteemed presence and inspiring words. And now, the much awaited moment has arrived. Our little graduates are here. It is the distribution of the convocation mementos that will happen now. Today, Heavens Islamic Preschool has added one more golden feather to the cap as we graduate yet another batch of little ones, bringing with innocence, curiosity, and the enlightenment they received from here. We commemorate the 7th convocation ceremony of Heavens Islamic Preschool, Salalam. I invite the bright little stars of the outgoing batch of Sky 3 onto the stage. Let's put our hands together and welcome our shining stars. Ladies and gentlemen, the highlight of this event is giving and receiving certificates to the graduates of the academic year 2024-2025. I invite our chief guest, Mr. Nasser Peringattur, to present the mementos to the graduates. Let's welcome the little ones and give them a good round of applause. I request the parents to come over to the stage and accompany your ward and share the proud moment. To begin with, I call upon Nadir Ashraf, son of Mr. Ashraf and Mrs. Jahana Shirin, who has completed the Quran recital twice, to receive the memento. I request the parents to come over to the stage. Let's give a good round of applause. Nadir Ashraf has completed the Quran recitation 2 times. Congratulations, Nadir and the proud parents. I now invite Azra Fatima with her parents, Mr. Fadil and Shamna. Azra Fatima has completed the recitation 3 times. It's a brilliant achievement. Azra Fatima with her proud parents, Mr. Fadil and Mrs. Shamna. Mabruk Azra. Next, I invite Aisha Faiza Fahad, daughter of Fahad and Mrs. Mubina, onto the stage. Aisha has completed the recitation 2 times. Aisha Faiza Fahad with her parents, Mr. Fahad and Mrs. Mubina Fahad. Congratulations. I now welcome Noorul Ain, son of Mr. Niyaz and Mrs. Jasila. Noorul Ain has completed the recitation 4 times. Noorul Ain, daughter of Mr. Niyaz and Mrs. Jasila.
completed the recitation 4 times. Hearty congratulations. I now invite Noor bin Nasser, son of Nasser Katie and Mrs. Sajina. He has completed the recital 2 times. I invite Noor's parents, Mr. Nasser Katie and Mrs. Sajina, onto the stage. MashaAllah, hearty congratulations. I now welcome Dia Mehrin Nahas. Dia Mehrin Nahas, daughter of Mr. Nahas and Mrs. Shabana Nahas, onto the stage. She has completed the recital for 3 times. Let us give a good round of applause. She has done the Khatmul Quran 3 times. Congratulations. I now invite Fatima Hasna Aya, daughter of Muhammad Ashraf and Aishat Nasmiya, onto the stage. Fatima has completed the recital 4 times. She has done the Khatmul Quran 4 times, daughter of Muhammad Ashraf and Aishat Nasmiya. Hearty congratulations. Thank you, sir. Now I request our guest of honor, Mr. Shaukat Ali Master, Chairman Ideal Education Center, to do the honor of giving away the mementos to the next group of graduates. And I call upon Zida Mehwin, daughter of Mr. Afsal and Mrs. Jubairia, to receive the memento on completing the Holy Quran recital twice. Congratulations. Congratulations, Zida Mehwin. Zida Mehwin has completed the Holy Quran recital twice. Next, I welcome Muhammad Ayman, son of Mr. Ayub Musa and Mrs. Sajida, to receive the memento on completing the Holy Quran recital. I welcome Muhammad Ayman, son of Mr. Ayub Musa and Mrs. Sajida, to receive the memento on completing the Holy Quran recital. Congratulations, Muhammad Ayman. Next, I welcome Hazif Muzammil, son of Mr. Muzammil and Mrs. Shahnaz, to receive the memento on completing the Holy Quran recital. Hazif Muzammil, son of Mr. Muzammil and Mrs. Shahnaz, to receive the memento on completing the Holy Quran recital. Congratulations, Hazif Muzammil. Give a big round of applause, dears. Next, I invite Naira Asif, daughter of Mr. Asif and Mrs. Tanzila,
to receive the memento on completing the Holy Quran recital. Congratulations, Naira Asif. Give a big round of applause. Congratulations and thank you, sir. I now invite Mr. Muhammad Ziyad, President, PTA Al Madrasatul Islamiyah, to do the honor of giving away the mementos. I call upon Hanna Maryam, daughter of Iha Khan and Shabira, onto the stage. She has completed the Quran recital. Hanna Maryam with her proud parents. Let us give a round of applause. Let us continue to appreciate the efforts of our little ones. I now invite Ihsan V, son of Shihabuddin and Mrs. Tasneem, onto the stage, who has completed the recital. Ihsan V, son of Shihabuddin and Mrs. Tasneem. Now let's put our hands together and welcome Zoha Fatima, daughter of Mr. Salmanul Faris and Mrs. Safura. Zoha Fatima, daughter of Salmanul Faris and Safura, completed the Quran recital. It's a moment of pride for the parents and for the teachers. Thank you, sir. I request Mr. C.P. Harris, former President IMI, to do the honor to give away the mementos. And I invite Hamid Hamza, son of Hamza and Mrs. Samina, onto the stage. Let us welcome Hamad with a good round of applause. Hamad Hamza has completed the recitation. Let's welcome Abdul Hadi, son of Sheikh Muhammad Tabriz and Mrs. Farhina Fatima. Abdul Hadi. With his parents Sheikh Muhammad Tabriz and Mrs. Farheen Fatima. Congratulations, Abdul Hadi. And thank you, sir. Now I invite Mr. T.K. Muhammad Ali, Chairman, Ideal Trust, Ulil, to distribute the mementos to our young graduates. Ayan Shias,
son of Mr. Shiaz and Mrs. Sharina. I invite Ayan Shiaz. Mother of Ayan accompanies. He has completed the Quran recital. Hearty congratulations, Ayan. I now invite Niha Niyaz, daughter of Mr. Niyaz Nizam and Mrs. Hairun Nisa. I request the parents to accompany the child onto the stage. Niha Niyaz. Completed the Quran recitation. Congratulations, Nian. Next, I invite Adnan Muhammad, son of Shibi Abdul Rashid and Mrs. Asila. Adnan Muhammad, who has completed the Quran recital. Our last graduate is Alia Mehak, but she is on leave. MashaAllah, what a proud moment for all the parents and teachers. Let's capture this beautiful memory with a photo session. I request everyone to maintain silence and decorum as we continue with the program. Let's appreciate our little performers tonight. A proud moment for all the parents and teachers, the young graduates of Heavens Preschool for the year 2024-2025. Let's lend our ears to our little bird, Zida Mehwin from Sky 3, the outgoing batch who will share her piece of the story at the Heavens World. Assalamu alaikum. Respected principal, teachers, parents, and my dear friends. My name is Zida Mehwin, student of Sky 3. First of all, congratulations to all my fellow graduates. Today I am here to share some of my experience in Heavens Preschool. It was a wonderful experience. We learned a lot of things. Mainly complete Hatabul Quran, memory last of Quran, and all the daily duas. We did many fun activities together, and we also celebrate special days such as National Day, Republic Day, Teachers' Day, and Children's Day. We learn stories, rhymes, numbers, discipline, good manners, and many more. Apart from academics, we used to do all the sports and arts programs. Thank you all my teachers to making me bloom and grow. I hope your blessings always with me. On behalf of all my fellow graduates, I take this opportunity to thank all our teachers, and we will never forget the morals you taught us. I thank all our parents who loved and supported us. Finally, all my fellow graduates, it's our day. It must be a proud moment for all of us, because in this young age we have completed Khatmul Quran and memorized Zuha of Quran. MashaAllah, Alhamdulillah. I would recommend all the kids to join our school for the coming batches. Once again, I'm so lucky to have such lovely teachers and wonderful friends. I love my teachers. I will miss you badly. I'm stopping my words. Thank you. Assalamu alaikum. Thank you, Zida. Our young graduates will now honor this evening by reciting the holy verses. I invite Nadir Ashraf, Naira Asif, Muhammad Ayman, Hannah Mariam, Azra Fatima, Hamad, Zoha Fatima,
and Nurul Ain to perform the recital. Mashallah. ഓഡിയൻസിൻ്റെ ശ്രദ്ധയ്ക്ക്, ഓഡിയൻസിൻ്റെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് പേജ് എടുത്തു കൊടുത്താൽ കുട്ടികൾ അത് പാരായണം ചെയ്യുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. الحق من ربك فلا تكونن من الممترين. صدق الله العلي العظيم. Next, I welcome Naira Asif to recite the Quran. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء وتبعوا رضوان الله والله ذو فضل عليم. إنما ذلكم الشيطان يخاوف أولياءه فلا تخافوهم وخافوني إن كنتم مؤمنين. صدق الله العلي العظيم. I now welcome Muhammad Ayman to do the recitation, and a request from the mother's side to select a part for Muhammad Ayman to recite. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وأنت الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس
أولئك الذين صدقوا وأولئك هم المتقون. صدق الله العلي العظيم. MashaAllah. I now invite Hannah Maryam to do the recital. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد. لقد خلقنا الإنسان في كبد. أيحسب أن لن يقدر عليه أحد. يقول أهلكت مالا لبدا. أيحسب أن لم يره أحد. ألم نجعل له عينين ولسانا وشفتين. صدق الله العلي العظيم. MashaAllah, Hannah. I now invite Azra Fatima. Azra Fatima would do the recitation. And I request somebody from the audience side, from the father's side, to come over and select the page. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون. كلا سيعلمون. صدق الله العلي العظيم. MashaAllah. Next, I invite Hamad to recite. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجزاهم بما صبروا جنات وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. وندنيت عليهم ظلموا وإذا إلا تقطوا فيها تذليل. ويطاف عليهم بآنية من فضة وأكواب كانت قواريرا. صدق الله العظيم. MashaAllah, Hamad. Now I invite Zoha Fatima to perform the recitation. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله
عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. Masha Allah, Zoha Fatima. Next, I invite Noorul Ain to perform the recital. And I request somebody from the audience to select the page. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم ولا يعلمن الله الذين صدقوا ولا يعلمن الكاذبين. صدق الله العلي العظيم. I gladly welcome Mrs. Shabira, mother of Hannah Mariam, to kindly share her experience with the Heavens Preschool family. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനിവിടെ സ്കൈ 3 പഠിക്കുന്ന ഹന്ന മറിയത്തിൻ്റെ മദറാണ്. ഞാൻ ഈ സ്കൂളിൽ എൻ്റെ മോളെ ചേർക്കുന്നത് സലാല ഗ്രൂപ്പിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് മോൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് ചേർന്നതാണ്. ഇതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. ഖുർആൻ പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എൻ്റെ മോള് ഇത്രത്തോളം ഖുർആൻ ഓതുമെന്നും മനപ്പാഠമാക്കുമെന്നും ഒരു ഖത്തം ഓതുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരാളെയല്ല. പക്ഷേ അൽഹംദുലില്ലാ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടിട്ട് നമ്മുടെ മക്കൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മക്കൾ ഇത്രയും അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി, ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാമിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ്. എക്സാം എന്ന് ചോദിച്ചാൽ അവർ പറയും അതെന്താണെന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളോട് ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും എക്സാം ഉണ്ട് എന്നൊരു അറിയിപ്പ് പോലും തരാതെ, അത്രത്തോളം പോലും പ്രഷർ ഇല്ലാതെ നമ്മുടെ മക്കളെ അവരുടെ ഉള്ളം കയ്യിൽ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ മക്കളെ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ കയ്യിൽ വളരെയധികം നല്ല മക്കളായിട്ട് തന്നെയാണ് അവർ വളർത്തി തന്നിട്ടുള്ളത്. കൂടാതെ അവർ ഡെയിലി ബേസിസ് ആയിട്ടുള്ള ദുആസും എല്ലാം പറയുന്നുണ്ട്. അത് ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. എനിക്കും അറിയാം, ഇപ്പോൾ എല്ലാം കാണാപ്പാടമാണ്. ഞങ്ങളത് ലൈഫ് ലോങ് ഞങ്ങളത് ഇൻഷാ അല്ലാഹ് കീപ്പ് ചെയ്യും. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ. Thank you, Mrs. Shabira. I now invite Mrs. Tasneem, mother of Ihsan, to recollect her experience of this journey. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ സ്കൈ 3 പഠിക്കുന്ന എഹ്സാൻ്റെ ഉമ്മയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ വന്ന് നിന്നൊരു അനുഭവം പറയാനൊരു ചാൻസ് കിട്ടിയതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ ഹെവൻസ് സ്കൂളിനെ കുറിച്ചിട്ട് അറിയുന്നത് തന്നെ ഇവിടെ വന്ന് മോനെ എവിടെ ചേർക്കുന്ന ആലോചിച്ച് നടക്കുമ്പോഴാണ്. പിന്നെ നമ്മുടെ ഫാമിലിയുടെ ആൾ പറയുന്നത് ഇങ്ങനൊരു സ്കൂളുണ്ട്, ചേർത്തി നോക്കാമെന്ന്. ഇവിടെ വന്ന് സിലബസ് അറിഞ്ഞ സമയത്ത് ഞാൻ ആകെ അന്തം വിട്ടു. കാരണം നോർമൽ അക്കാഡമിക് സിലബസിൻ്റെ കൂടെ തന്നെ അവർ ഖുർആൻ പാരായണം ചെയ്യണം, ഹിഫ്ള് പഠിച്ചിരിക്കണം, അറബി വായിക്കണം, ഇതെല്ലാം ഇതിൻ്റെ കൂടെ മലയാളം ഇതെല്ലാം പഠിക്കണം എന്ന് വെച്ചപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. ഫസ്റ്റ് ഇത് 2 മാസം ക്ലാസ് കഴിഞ്ഞ് പിന്നെയുള്ള 2 മാസത്തെ വെക്കേഷനിൽ
മോനൊന്നും വായിക്കുന്നില്ല. അറബി ബുക്ക് എടുത്ത് കൊടുത്തു നോക്കുമ്പോൾ അവനക്കൊന്നും അറിയില്ല. ഫതഹ്, കിസ്റ അതൊക്കെ ആ സമയത്ത് എടുത്തിരുന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് മിസ്സിനോട് ചോദിച്ച് എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, കാരണം ആസ് എ വർക്കിംഗ് മദർ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം മിസ് എൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട, ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യട്ടെ, അപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പിന്നീട് അങ്ങ് വെയിറ്റ് ചെയ്തത്. പക്ഷെ അൽഹംദുലില്ലാ അവൻ തന്നെ ഈ കാണുന്ന സൈൻ ബോർഡ്സ്, അറബിയിൽ എഴുതുന്ന സൈൻ ബോർഡ്സ് വായിച്ചു തുടങ്ങി, കടകളിൽ എഴുതി വെക്കുന്ന ബോർഡ്സ് വായിച്ചു തുടങ്ങി, ഒറ്റയ്ക്ക് ബുക്സ് എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശരിക്ക് ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് സാധ്യമാവുന്നത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം എല്ലാ സിലബസും അവർ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, നോർമൽ ഒരു അക്കാഡമിക്സിൽ വേണ്ടത്. അതോടൊപ്പം തന്നെ എല്ലാ സ്പെഷ്യൽ ഡേയ്സും, ചിൽഡ്രൻസ് ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, എല്ലാ ഡേയ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും കൂടെ കുട്ടികളിലേക്ക് എത്താൻ ഈ ഹെവൻസ് സ്കൂൾ സഹായിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, കെയർ, അതൊക്കെ ഒരു കുട്ടിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ ഹെവൻസ് സ്കൂൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അത് നമ്മളെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കാണിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മനസ്സ് അതിലുപരി നമ്മൾ പ്രശംസിക്കേണ്ടതാണ്. അവർ നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആനുവൽ ഡേ ആണെങ്കിലും അവരിതിൻ്റെ ബാക്കിൽ കൊണ്ട് നടക്കുന്ന അത്രയും പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ പരിപാടി ഇത്രയും നന്നാക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫേർട്ട്, അതുപോലെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ മക്കളിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ, ദീന് അതെന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ, ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഖുർആൻ മൊത്തമായിട്ട് ഓതി തീർക്കുന്നത്. എന്നാൽ ഇന്ന് എൻ്റെ മകൻ അത് 6 വയസ്സിനുള്ളിൽ ഓതി തീർത്തു എന്ന് പറയുമ്പോൾ അത് ഹെവൻസ് സ്കൂളിനും ഒരു പാരൻ്റ് എന്ന പോലെ എനിക്കും വളരെയധികം അഭിമാനമുള്ളൊരു നിമിഷമാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും ഹൈറാക്കി തരട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലിരുന്ന് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഹെവൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഇതുപോലെ മക്കളെ ദീനിൻ്റെ വഴിയിൽ എന്താണ് ദീന്, എന്താണ് ഇസ്ലാം, എന്താണ് ഖുർആൻ എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Thank you, Mrs. Tasneem, for your inspiring words. Next, I welcome Mr. Nahas, father of Leah Mehrin, to share his thoughts of this learning journey. അസ്സലാമു അലൈക്കും. ഞാൻ സ്കൈ 3 പഠിക്കുന്ന ദിയ മെഹറിൻ്റെ വാപ്പയാണ്. എൻ്റെ പേര് നഹാസ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് എനിക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ്, ഈ പ്രായത്തിലെ കുട്ടികൾ എൻ്റെ മകൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഡൗട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ടീച്ചർമാരുടെ സമീപനവും കുട്ടികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ശരിക്കും അത്ഭുതകരമാണ്. അവരുടെ ഒരു സമീപനം ഖുർആൻ കംപ്ലീറ്റ് ആക്കി എന്നുള്ളത് തന്നെയാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് അതൊരു മഹത്തായ കാര്യം. ഞാൻ പോലും വളരെ വൈകിയാണ് ഒരുവിധം ഖുർആൻ പഠിച്ചു വന്നത് തന്നെ. പക്ഷേ ഈ പറഞ്ഞൊരു 6 വയസ്സിൽ തന്നെ അതും ഖുർആൻ ഫുള്ളായി 3 തവണ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ചും ഒരു വലിയൊരു കാര്യമാണ്. അതിനുള്ള എഫേർട്ട് എടുത്തതിന് വലിയ സന്തോഷവും അവരോടൊരു കടപ്പാടുമുണ്ട്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. Jazakallah khair, Mr. Nahas. Now let us hear from our teacher, Fasna teacher, as she shares her experiences with the little ones. Indeed, it's an emotional moment to let go all the cuddles and hugs she must have shared with the little ones. Lillahi Rabbil Alameen. Assalatu wassalamu ala Rasulihil Kareem. Respected dignitaries, parents, my colleagues, my dear children, and each one of you presented here, Assalamu alaikum wa rahmatullahi wa barakatuh. It's a great honor and privilege to stand before you today at this blessed occasion. Our beloved children's first and great achievement in their early age. We fulfilled our promise of completing Khatmul Quran with every student from Sky 3. Alhamdulillah.
As a teacher, it has been an incredible, fulfilling experience to guide these minds in their journey of learning. Teaching these children the words of Allah has been a truly humbling experience. Watching them take their first steps in reciting the Quran and helping them recognize the letters and seeing their excitement when they successfully memorize their first surah. These are moments that fill our hearts with gratitude. Throughout this journey, I have witnessed the pure innocence and eagerness of these little hearts. Every child is different, and understanding their little world takes patience and love. Being a teacher has taught me that love, patience, and kindness can change a child's world. And in the process, they change ours too. I am grateful for every hug, every smile, and every lesson these little ones have taught me. Along with the beauty of Quran, our children also engaged with the world of mathematics, English, environmental studies, and Malayalam, gaining a strong foundation for their future education. One of the most touching experience has been seeing how quickly children grasp the teaching of the Quran. Ability to memorize and recite it, sincerity proves that if we plant the seeds of the Quran in their hearts early, they will carry its light throughout their lives. Teaching young children is blessing. Alhamdulillah, I am grateful for every moment. This achievement is not just theirs, but also belongs to their parents who have supported and encouraged them. To all the parents here today, your dedication of your child's Quranic education is appreciable. I conclude my words with gratitude to the Management Committee of Ideal Education Center for their great support in creating a child-friendly environment. May Allah reward all of us for our efforts and bless our children to be among those who not only recite the Quran but also act upon it. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربونا صغارا ربنا لا تزغ قلوبنا بعد إذ هديتنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته. Jazakallah khair, Hasna teacher. Knowledge in the end is based on acknowledgement. I invite Mrs. Rajina Salahuddin, Vice Principal, Heaven School Salala, to propose the vote of thanks. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Salatu wassalamu ala rasulil ameen wa ala alihi wa sahbihi ajma'in. ഹെവൻ സലാല അതിൻ്റെ 10ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ എല്ലാ വർഷങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന സലാല നിവാസികൾക്ക് ആദ്യമായി നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഹെവൻസിൻ്റെ 9ാമത് ആനുവൽ ഡേയും കോൺവൊക്കേഷനും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണെന്നറിയാം. എങ്കിലും നമ്മുടെ ഇവിടെ വന്ന നമ്മളുടെ വിശിഷ്ടാതിഥികൾക്ക് നന്ദി പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നത് KMCC സലാലയുടെ പ്രസിഡൻറ്റ് മിസ്റ്റർ നാസർ പെരിങ്ങത്തൂർ. അദ്ദേഹത്തിന് ഹെവൻസ് കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന AMI സലാലയുടെ പ്രസിഡൻറ്റ്
സിയാദ് സാഹിബിനും അതുപോലെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ഹെവൻ സലാലയോട് നന്ദി അറിയിക്കുന്നു. ഐഡിയൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ചെയർമാൻ കെ ഷൗക്കത്ത് അലി മാസ്റ്റർ, പ്രിൻസിപ്പൽ വി എസ് ഷമീർ സർ, കമ്മിറ്റി മെമ്പേഴ്സ് മുഹമ്മദ് സാദിഖ്, സമീർ കെ ജെ, സാബുഖാൻ സാഹിബ്, മുസബ് ജമാൽ, അതുപോലെ തന്നെ കഴിഞ്ഞ ആനുവൽ ഡേക്കും ഈ ആനുവൽ ഡേക്കും നമുക്ക് അതിഥിയായി കിട്ടിയ ഹാരിസ് സാഹിബ്, എല്ലാവർക്കും ഹെവൻ സലാലയുടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഗിഫ്റ്റ് സ്പോൺസർ ചെയ്ത ജി ഗോൾഡ് ടീമിന് ഹെവൻ സലാലയുടെ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള അവരുടെ എല്ലാ ബിസിനസ്സിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുക നിസ്സാരമായ ഒരു കാര്യമല്ല. വളരെ കുറച്ച് ആളുകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന IMIയുടെ പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സഹായവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന കുട്ടികളുടെ പരിപാടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ നമ്മുടെ മക്കൾക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ആ കുഞ്ഞുമക്കൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا رب يا منزل القرآن يا خالق الإنسان يا رب يا رحمن شكرا يا رب شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا. Now is the prize distribution. For the prize distribution for our little stars, I now invite Mr. Muhammad Sadiq, convener, Ideal Education Center, to distribute the prizes. For our little performers, tonight's stars, I invite Mr. Muhammad Sadiq. Let us give a good round of applause, dear audience. They are tonight's stars, the star performers who gave us a wonderful evening. Thank you, sir. Now I invite Mr. KJ Samir, Secretary, Ideal Education Center, to give away the prizes for our little stars. Thank you, sir. Now, may I welcome Mr. Sabu Khan, Secretary, IMI Salala, to distribute the prizes. Now I invite, thank you, sir. Now I invite G. Salim Sir, Vice President IMI Salala, to give away
Thank you, sir. Now I invite Mr. Sajjana, Executive Member, DST National Committee, to give away the prizes. Mr. Sajjana. സമ്മാനങ്ങൾ വാങ്ങിയ കുട്ടികൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Thank you, sir. Now I invite Abdullah Muhammad, President, Prabhasi Welfare Sarara, onto the stage to distribute the prizes. Mr. Abdullah Muhammad. Thank you, sir. Now I invite Mr. K. Salahuddin, Management Committee Member, Heavens Free School, to give away the prizes for our time talks. Thank you, sir. Now I invite Mr. E.T.N., Management Committee Member, Heavens Free School, Sarara. Thank you, sir. Thank you, Mr. Mani. Next, I invite Mr. Mansoor, President Yas Sarara, to give away the prizes. Thank you, Mr. Mansoor. Next, I would like to welcome Mr. Hamza KP, Management Committee Member. Thank you, Mr. Hamza KP. Next, I would like to invite Mr. Shamil Diaz, Principal, Heavens Free School, Sarara, to give away the prizes. Thank you, sir. Next, I invite Mrs. Pratina Salahuddin, Vice Principal of Heavens Free School. Thank you all, and congratulations to the whole bride and stars. Before we part ways, we would like to extend our heartfelt thanks to all the performers and our beautiful audience for being